ഹലോ ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ നോക്കുന്നത് ഡിഫറൻഷിയേഷനാണ്. y ഈക്വൽ ടു എക്സ് റൈസ് ടു 4 ആണെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ വൈയെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് dy/dx എന്നാണ്. അതല്ല y ഈക്വൽ ടു ഇസഡ് റൈസ് ടു 4 ആണെന്നിരിക്കട്ടെ. അപ്പോൾ വൈയുടെ ഡിഫറൻഷിയേഷൻ ചെയ്യാൻ പറഞ്ഞു, അതായത് വൈയെ ഡിഫറൻഷിയേറ്റ് ചെയ്യാൻ പറഞ്ഞാൽ നമ്മൾ എഴുതേണ്ടത് dy/dz എന്നാണ്. ഇങ്ങനെ എഴുതിയാൽ അതിന് വായിക്കുന്നത് d/dx എന്നാണ്, അല്ലെങ്കിൽ d/dz, d/dy എന്നാണ് വായിക്കുന്നത്. അപ്പോൾ ഇതിനെ എങ്ങനെ വായിക്കാം? d/dx ഓഫ് y എന്ന് വായിക്കാം, അല്ലെങ്കിൽ dy/dx എന്ന് വായിക്കാം. ഇതോ d/dz ഓഫ് y അല്ലെങ്കിൽ dy/dz. അപ്പോൾ ഇതോ d/dy ഓഫ് v അല്ലെങ്കിൽ dv/dy. അപ്പോൾ നമ്മൾ ആദ്യം y ഈക്വൽ ടു എക്സ് റൈസ് ടു 4 ആണ് നോക്കുന്നത്. dy/dx ചെയ്യുമ്പോൾ അതിൻ്റെ ആൻസർ കിട്ടുക 4x³ എന്നാണ്. ഇതെങ്ങനെ കിട്ടിയെന്ന് ഞാൻ ഉടനെ പറഞ്ഞു തരാം. ഇങ്ങനെ ചെയ്യുന്നതിനെയാണ് ഡിഫറൻഷിയേഷൻ എന്ന് പറയുന്നത്. ഈ കിട്ടുന്ന ഉത്തരത്തിനെയാണ് ഡെറിവേറ്റീവ് എന്ന് പറയുന്നത്. അപ്പോൾ എന്തിനു വേണ്ടിയാണ് നമ്മൾ ഡിഫറൻഷിയേഷൻ ചെയ്യുന്നത്? ഡെറിവേറ്റീവ് കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഇവിടെ ഡെറിവേറ്റീവ് ഏതാണ്? 4x³ ആണ്. ഇനി അത് എങ്ങനെ കിട്ടിയെന്ന് പറയാം. y ഈക്വൽ ടു എക്സ് റൈസ് ടു 4 അല്ലേ? അപ്പോൾ dy/dx ചെയ്യാൻ പറയുമ്പോൾ അതിനർത്ഥം എന്താണ്? d/dx ഓഫ് എക്സ് റൈസ് ടു 4 അല്ലേ നമ്മൾ ചെയ്യേണ്ടത്. ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുവാണെങ്കിൽ നമ്മൾ ഡെറിവേറ്റീവ് എടുക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഈ മുകളിലെ നമ്പർ ആദ്യം എഴുതുക, എന്നിട്ട് എക്സ് എഴുതുക. ഇനി ഇതിൽ നിന്ന് 1 കുറച്ചാൽ എത്രയാണ്? 3 അല്ലേ? ആ 3 മുകളിൽ എഴുതുക. അപ്പോൾ d/dx ഓഫ് എക്സ് റൈസ് ടു 4 എന്ന് പറഞ്ഞാൽ എത്രയാണ്? 4x³. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു ഇസഡ് റൈസ് ടു 4 നോക്കാം. dy/dz എങ്ങനെയാണ് ചെയ്യാം? d/dz ഓഫ് ഇസഡ് റൈസ് ടു 4 ആണല്ലേ ഈ ക്വസ്റ്റ്യൻ. അപ്പോൾ ഈ മുകളിലെ നമ്പർ എഴുതുക, ഇസഡ് എഴുതുക, 4 - 1 ചെയ്യുക, 3, 4z³. അങ്ങനെയാണെങ്കിൽ y ഈക്വൽ ടു എക്സ് റൈസ് ടു 5 ആണെങ്കിലോ dy/dx എങ്ങനെയാണ് കണ്ടെത്തുക? ഈ നമ്പർ ഇവിടെ എഴുതുക, എക്സ് റൈസ് ടു 5 - 1 അതായത് 4. അതല്ലെങ്കിൽ y ഈക്വൽ ടു എക്സ് റൈസ് ടു 7 ആണ്. അപ്പോൾ dy/dx എങ്ങനെ കണ്ടെത്താം? ഈ നമ്പർ ഇവിടെ എഴുതുക, എക്സ് റൈസ് ടു 7 - 1 അതായത് 6. d/dx ഓഫ് എക്സ് റൈസ് ടു 8 എത്രയായിരിക്കും? 8x റൈസ് ടു 7. അടുത്തത് d/dx ഓഫ് എക്സ് റൈസ് ടു 3, അപ്പോൾ 3x റൈസ് ടു 2. അടുത്തത് d/dx ഓഫ് എക്സ് റൈസ് ടു 9, അപ്പോൾ 9x റൈസ് ടു 8. അടുത്തത് d/dx ഓഫ് x², അപ്പോൾ 2x റൈസ് ടു 1. എക്സ് റൈസ് ടു 1 എന്ന് പറഞ്ഞാൽ എക്സ് തന്നെയല്ലേ, അപ്പോൾ ഞാൻ എക്സ് എന്നേ എഴുതുന്നുള്ളൂ. അടുത്തത് d/dx ഓഫ് എക്സോ. ഇത് രണ്ട് രീതിയിൽ നമുക്ക് ആലോചിക്കാം. ഒന്നെങ്കിൽ dxഉം dxഉം വെട്ടിക്കളഞ്ഞാൽ എന്താ വരിക? 1 ആണ് വരിക, അപ്പോൾ 1 ആണ് ആൻസർ. അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ ആലോചിക്കാം, വെറുതെ എക്സ് എന്ന് പറഞ്ഞാൽ എക്സ് റൈസ് ടു 1 ആണ്. അപ്പോൾ ഈ മെത്തേഡ് ഉപയോഗിച്ചാണ് നമ്മൾ ചെയ്യുന്നതെങ്കിലോ ഈ 1 ഇവിടെ എഴുതും, എക്സ് റൈസ് ടു 1 - 1 അതായത് 0. ഏത് നമ്പർ റൈസ് ടു 0 എന്ന് പറഞ്ഞാലും ഉത്തരം 1 ആണ്. അപ്പോൾ 1 × 1 എന്ന് പറഞ്ഞാൽ 1. അതായത് dx/dx എന്ന് പറഞ്ഞാൽ 1 ആണ്, അല്ലെങ്കിൽ dz/dz എന്ന് പറഞ്ഞാൽ 1 ആണ്, അല്ലെങ്കിൽ dy/dy എന്ന് പറഞ്ഞാൽ 1 ആണ്. അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ നമുക്ക് d/dx ഓഫ് 8 അല്ലെങ്കിൽ d/dz ഓഫ് 120 അല്ലെങ്കിൽ d/dv ഓഫ് 21 ഇതൊക്കെ എത്രയാണെന്ന് നോക്കാം. ഒരു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ, കോൺസ്റ്റൻ്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതുപോലത്തെ നമ്പേഴ്സ് ആണ് അല്ലേ. ഇതിൻ്റെ ഡെറിവേറ്റീവ് 0 ആയിരിക്കും. അപ്പോൾ ഇതിൻ്റെയൊക്കെ ആൻസർ എന്താണ്? 0 ആണ്. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. y ഈക്വൽ ടു 5x റൈസ് ടു 4. അങ്ങനെയാണെങ്കിൽ dy/dx എത്രയാണെന്നാണ് ക്വസ്റ്റ്യൻ. നേരത്തെ ക്വസ്റ്റ്യൻസുമായിട്ടുള്ള വ്യത്യാസം എന്താണ്? ഇവിടെ ഒരു 5 കൂടുതലുണ്ട് അല്ലേ. അപ്പോൾ ഞാനതിന് d/dx ഓഫ് 5x റൈസ് ടു 4 എന്ന് എഴുതി. ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നു കോൺസ്റ്റൻറ്റിൻ്റെ ഡെറിവേറ്റീവ് 0 ആണെന്ന്. 5 ഒരു കോൺസ്റ്റൻ്റ് ആണ് എന്ന് വെച്ചാൽ എനിക്കിതിനെ 0 എന്ന് എഴുതാൻ പറ്റില്ല. അതെന്തുകൊണ്ടാണ്? ഇവിടെ 5 മാത്രമല്ല ഉള്ളത്, 5ൻ്റെ കൂടെ വേറെ സാധനങ്ങളുണ്ട് അല്ലേ. അങ്ങനെ വരുമ്പോൾ നമുക്ക് 0 എന്ന് എഴുതാൻ പറ്റില്ല. പകരം നമ്മൾ ചെയ്യുന്നത് ഈ 5നെ നമുക്ക് അങ്ങ് മാറ്റി നിർത്താം. അതായത് ഇതിന് തന്നെ 5 × d/dx ഓഫ് എക്സ് റൈസ് ടു 4 എന്ന് എഴുതാം. ഇനി നമുക്ക് ഇത് ചെയ്യാൻ അറിയാമല്ലോ. 5 അവിടെ തന്നെ ഇരിക്കട്ടെ. എക്സ് റൈസ് ടു 4ൻ്റെ എങ്ങനെയായിരുന്നു? 4x റൈസ് ടു 3. അപ്പോൾ 5 × 4x റൈസ് ടു 3 അതായത് 20x റൈസ് ടു 3 ആണ് ആൻസർ. d/dz ഓഫ് 6z റൈസ് ടു 15. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? 6നെ മാറ്റി നിർത്താം, എന്നിട്ട് എന്ത് ചെയ്താൽ മതി? d/dz ഓഫ് z റൈസ് ടു 15. അതെങ്ങനെയാണ് അപ്പോൾ വരിക? 6 × ഇവിടെ എന്താ വരിക? 15z റൈസ് ടു 14.
അപ്പോൾ 15 × 6 എന്ന് പറഞ്ഞാൽ 90, 90 z⁻14. വേറൊരെണ്ണം നോക്കാം, d/dv ഓഫ് 3v⁻7. അപ്പോൾ നമുക്ക് 3നെ മാറ്റി നിർത്തി d/dv ഓഫ് v⁻7 എന്ന് എഴുതാം. ഇനി v⁻7ൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 7v⁻6. അപ്പോൾ 3 × 7v⁻6 എന്ന് പറഞ്ഞാൽ 21v⁻6. അങ്ങനെയാണെങ്കിൽ d/dx ഓഫ് 2x എങ്ങനെ ചെയ്യാം? ഈ 2നെ നമുക്ക് ഫ്രണ്ടിൽ വെക്കാം. അപ്പോൾ 2 × d/dx ഓഫ് x, അതായത് dx/dx എന്ന് വന്നല്ലേ, അപ്പോൾ 2 എന്ന് തന്നെയല്ലേ വന്നത്. അല്ലെങ്കിൽ d/dx ഓഫ് 3x എന്ന് പറഞ്ഞാൽ അപ്പോൾ എത്രയായിരിക്കും? 3. d/dx ഓഫ് 100x എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 100. d/dx ഓഫ് 500x എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും? 500. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം, d/dx ഓഫ് √x. ഇതെങ്ങനെയാണ് ചെയ്യുക? ഈ ക്വസ്റ്റ്യനിൽ √xന് എനിക്ക് എന്തെന്ന് എഴുതാം? x⁻1/2 എന്ന് എഴുതാമല്ലോ, അത് തന്നെയല്ലേ √x. അപ്പോൾ ഈ ക്വസ്റ്റ്യന് ഇതുപോലെ എഴുതാം. ഇനി നമുക്ക് ചെയ്യാൻ അറിയാലോ, ഈ 1/2 ഇവിടെ എഴുതുക, x⁻, ഇനി എന്താ ചെയ്യേണ്ടത്? 1/2 - 1. 1/2 - 1 എങ്ങനെയാണ് ചെയ്യുക? 1നെ 1/1 എന്ന് എഴുതാമല്ലോ. ഇനി ഒരേ ഡിനോമിനേറ്റർ ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഞാൻ × 2 വെച്ച് ചെയ്യുകയാണ്. അപ്പോൾ 1/2 - 2/2 എന്ന് പറഞ്ഞാൽ എന്താ? 1 - 2 എന്ന് പറഞ്ഞാൽ -1, താഴെ 2, -1/2. അപ്പോൾ 1/2 x⁻1/2 എന്ന് കിട്ടി. ഇപ്പോൾ ഒരു എക്സാമ്പിൾ നോക്കാം. 9⁻1/2 എന്ന് പറഞ്ഞാൽ എന്താണ്? √9 എന്നാണ് അർത്ഥം. 9⁻1/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1/√9 എന്നാണ്. അപ്പോൾ x⁻1/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താ? 1/√x എന്നാണ്. ഞാൻ ഈ 1/2 ഇവിടെ എഴുതി. അപ്പോൾ എന്തായി? ഇത് ചേർത്ത് എഴുതിയാൽ 1/2√x എന്ന് കിട്ടിയല്ലേ. ഈ റിസൾട്ട് നമ്മൾ കാണാതെ അറിഞ്ഞിരുന്നാൽ നന്നായിരിക്കും. d/dx ഓഫ് √x എന്ന് പറഞ്ഞാൽ എന്താണ്? 1/2√x ആണ്. d/dx ഓഫ് 3³ നേരത്തെ സ്ക്വയർ റൂട്ട് ആയിരുന്നല്ലേ, ഇവിടെ ക്യൂബ് റൂട്ടാണ്. അപ്പോൾ 3 എന്ന് പറഞ്ഞാൽ ഒരു കോൺസ്റ്റൻ്റ് ആണ്, ഞാൻ അതിനെ മാറ്റുവാണ് ആദ്യം. അപ്പോൾ 3 × d/dx ഓഫ് ³ സ്ക്വയർ റൂട്ട് ഓഫ് x എന്ന് പറഞ്ഞാൽ x⁻1/2 ആണെങ്കിൽ ക്യൂബ് റൂട്ട് ഓഫ് x എന്ന് പറഞ്ഞാൽ എന്താണ്? x⁻1/3 ആണ്. അപ്പോൾ ഇതിനെ തന്നെ എനിക്ക് ഇങ്ങനെ എഴുതാമല്ലോ. ഇനി എന്താ ചെയ്യേണ്ടത്? ഞാൻ ഈ 3നെ ആദ്യം എഴുതി, ഈ 1/3നെ ഇങ്ങോട്ട് കൊണ്ടുവന്നു, x⁻1/3 - 1. നേരത്തെ പോലെ തന്നെ നമ്മൾ ചെയ്യുവാണെങ്കിൽ നമുക്ക് -2/3 എന്ന് കിട്ടും. ഇതെനിക്ക് കട്ട് ചെയ്ത് കളയാമല്ലോ. അപ്പോൾ 1 × x⁻2/3, അതായത് x⁻2/3. ഇപ്പോൾ x⁻2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1/x² എന്നാണ്. അല്ലെങ്കിൽ x⁻1/2 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1/x⁻1/2 എന്നാണ്. അല്ലെങ്കിൽ x⁻3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം 1/x⁻3 എന്നാണ്. അപ്പോൾ ഇവിടെ x⁻2/3 എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എന്താണ്? 1/x⁻2/3 എന്നാണ്. ഇനി x⁻2 എന്ന് പറഞ്ഞാൽ എന്താണ്? x-ൻ്റെ സ്ക്വയർ. x⁻1/3 എന്ന് പറഞ്ഞാൽ എന്താണ്? x-ൻ്റെ ക്യൂബ് റൂട്ട്. അപ്പോൾ ഇതിനെ എനിക്ക് എങ്ങനെ എഴുതാം? 1/³ ഓഫ് x². അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം, d/dz ഓഫ് 2z⁻3/7. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പോൾ 2നെ നമുക്ക് മാറ്റി നിർത്താം. 2 × d/dz ഓഫ് z⁻3/7. 2 × ഈ 3/7നെ നമ്മൾ ഇവിടെ എഴുതും. ഇനിയോ z⁻3/7 - 1. 3/7 - 1 എന്ന് പറഞ്ഞാൽ എങ്ങനെ എഴുതാം? ഈ 1നെ നമുക്ക് 7/7 എന്ന് എഴുതാം. അപ്പോൾ 3 - 7 എന്ന് പറഞ്ഞാൽ -4/7. അപ്പോൾ ഇങ്ങനെ എഴുതാം അല്ലേ. ഇനി 2 × 3 എന്ന് പറഞ്ഞാൽ 6. അപ്പോൾ ഇത് 6/7 എന്നാകും. 6/7 × z⁻4/7 എന്ന് പറഞ്ഞാൽ എന്താണ്? 1/z⁻4/7. ഇനി /7 എന്ന് കിടക്കുന്നത് കാരണം അതിനെങ്ങനെ എഴുതാം? 6/7 × 1/7th റൂട്ട് അല്ലേ, z⁻4. ഇനി നമ്മൾ നോക്കുന്നത് ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ ഡെറിവേറ്റീവ്സ് എങ്ങനെയാണ് വരുന്നത് എന്നാണ്. d/dx ഓഫ് sin x എന്ന് പറഞ്ഞാൽ ആൻസർ cos x ആണ്. അങ്ങനെയാണെങ്കിൽ d/dy ഓഫ് sin y എന്ന് പറഞ്ഞാൽ എന്താണ്? cos y. അല്ലെങ്കിൽ d/dz ഓഫ് sin z എന്ന് പറഞ്ഞാൽ cos z. അപ്പോൾ ഈ ഒരെണ്ണം നമ്മൾ കാണാതെ പഠിച്ചു വെക്കണം. ഇനി നമ്മൾ ട്രിഗണോമെട്രിക് ഫങ്ഷൻസിൻ്റെ ഒക്കെ ഡെറിവേറ്റീവ്സ് എടുക്കുമ്പോൾ ഇവിടെ ഇങ്ങനെ ബ്രാക്കറ്റ് ഇടാറുണ്ട്. അതിട്ടില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല കേട്ടോ. ഇനി d/dx ഓഫ് cos x എന്ന് പറഞ്ഞാൽ -sin x ആണ്. അതുപോലെ d/dx ഓഫ് tan x എന്ന് പറഞ്ഞാൽ sec² x ആണ്. d/dx ഓഫ് cosec x എന്ന് പറഞ്ഞാൽ -cosec x cot x എന്നാണ് ആൻസർ.
ഇനി ഡി ബൈ ഡി എക്സ് ഓഫ് സീക്ക് എക്സ് എന്ന് പറഞ്ഞാൽ സീക്ക് എക്സ് ടാൻ എക്സ് എന്നാണ് ആൻസർ, അതായത് സീക്ക് എക്സ് ഇൻറ്റു ടാൻ എക്സ്. അടുത്തത് ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് എക്സ് എന്ന് പറഞ്ഞാലോ മൈനസ് കൊസീക് സ്ക്വയർഡ് എക്സ്. ഇത് പഠിക്കാനുള്ള എളുപ്പത്തിന് നമ്മൾ നോക്കുവാണെങ്കിൽ സി വെച്ച് തുടങ്ങുന്നവർക്കാണ് എല്ലാം മൈനസ് വന്നിരിക്കുന്നത്. നോക്കിയേ, കോസ് എക്സിൻ്റെ ഡെറിവേറ്റീവിനാണ് മൈനസ് സൈൻ എക്സ് എന്ന് വന്നിരിക്കുന്നത്, കൊസീക്കിൻ്റെ ഡെറിവേറ്റീവിനാണ് മൈനസ് എന്ന് വന്നിരിക്കുന്നത് ഇവിടെ, അതുപോലെ കോട്ടിൻ്റെ ഡെറിവേറ്റീവിനാണ് മൈനസ് എന്ന് വന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് 2 സൈൻ എക്സ്. അപ്പോൾ എന്താ ചെയ്യേണ്ടത്? ഈ 2വിനെ നമ്മൾ മാറ്റി നിർത്തി ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ആണ് നമ്മൾ ചെയ്യേണ്ടത്. അതെന്താണെന്ന് നമുക്കറിയാം, കോസ് എക്സ് ആണെന്ന് അറിയാം. അപ്പോൾ 2 കോസ് എക്സ് ആണ് ആൻസർ. അല്ലെങ്കിൽ ഡി ബൈ ഡി എക്സ് ഓഫ് 1/3 കോട്ട് എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 1/3 ഇൻറ്റു ഡി ബൈ ഡി എക്സ് ഓഫ് കോട്ട് എക്സ്. അതെങ്ങനെയാണ് വരുന്നത്? 1/3 ഇൻറ്റു മൈനസ് കൊസീക് സ്ക്വയർഡ് എക്സ്. മൈനസ് ഫ്രണ്ടിലേക്ക് എടുത്താൽ മൈനസ് 1/3 കൊസീക് സ്ക്വയർഡ് എക്സ് എന്ന് എഴുതാം. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ. ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ എക്സ് ആയിരുന്നെങ്കിൽ നമുക്കറിയാം എന്താണ് ആൻസർ എന്ന്, കോസ് എക്സ് ആണെന്ന്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് സൈൻ ഓഫ് എക്സ് സ്ക്വയർ ആണെങ്കിൽ എന്തായിരിക്കും ആൻസർ? കോസ് ഓഫ് എക്സ് സ്ക്വയർ. പക്ഷേ തീർന്നില്ല, ഇവിടെ ഒരു ട്വിസ്റ്റ് ഉണ്ട്. എന്താണ്? ഇവിടെ എക്സിന് പകരം എക്സ് സ്ക്വയർ ആണല്ലോ. അപ്പോൾ സാധാരണയിൽ നിന്ന് വ്യത്യാസമുള്ള ഭാഗം ഏതാണ്? ഇത്. അതിൻ്റെ ഡെറിവേറ്റീവ് കൂടി നമ്മൾ കാണണം. അതായത് എക്സ് സ്ക്വയറിൻ്റെ ഡെറിവേറ്റീവ് അതെടുക്കാൻ നമുക്കറിയാലോ. എക്സ് സ്ക്വയർ എന്ന് പറയുമ്പോൾ എങ്ങനെയാണ് ഡെറിവേറ്റീവ് വരിക? 2 വരും, 2x⁻², അതായത് 2x⁻1, അതായത് 2x. അത് വെച്ച് നമ്മളിവിടെ മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ആൻസർ എന്താ? കോസ് എക്സ് സ്ക്വയർ ഇൻറ്റു 2x. വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് ഓഫ് 2x. ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് എക്സ് ആയിരുന്നെങ്കിൽ നമുക്കറിയാം മൈനസ് സൈൻ എക്സ് ആണ് ആൻസർ. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് കോസ് ഓഫ് 2x എന്ന് പറഞ്ഞാലോ മൈനസ് സൈൻ ഓഫ് 2x. പക്ഷേ തീർന്നില്ല, വ്യത്യാസമുള്ളത് എവിടെയാണ്? 2xനാണ്. അപ്പോൾ അതിൻ്റെ ഡെറിവേറ്റീവ് നമ്മൾ എടുക്കണം. 2xൻ്റെ ഡെറിവേറ്റീവ് 2 ആണ്. ഇതിനെ എങ്ങനെ അറേഞ്ച് ചെയ്ത് എഴുതാം? -2 സൈൻ ഓഫ് 2x. ഇനി അടുത്തൊരു റിസൾട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ്. ഇ റൈസ് ടു എക്സ് നമ്മളെവിടെയാണ് കണ്ടിരിക്കുന്നത്? എക്സ്പൊണൻസിലൊക്കെ ഉള്ളതാണ് അല്ലേ. ഇ റൈസ് ടു എക്സിൻ്റെ ഡെറിവേറ്റീവ് എന്ന് പറഞ്ഞാൽ ഇ റൈസ് ടു എക്സ് തന്നെയാണ്. ഇത് നമ്മൾ കാണാതെ അറിഞ്ഞിരിക്കണം. അങ്ങനെയാണെങ്കിൽ ഒരു ക്വസ്റ്റ്യൻ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് 7 ഇ റൈസ് ടു എക്സ് എന്ന് പറഞ്ഞാൽ എന്താണ്? 7നെ മാറ്റി നിർത്തി ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ്, അതായത് 7 ഇൻറ്റു ഇതിൻ്റെ ആൻസർ എന്താണ്? ഇ റൈസ് ടു എക്സ് എന്ന് തന്നെയാണ്. അപ്പോൾ ഇതാണ് ആൻസർ. അങ്ങനെയാണെങ്കിൽ നമുക്ക് വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് ക്യൂബ്. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് എന്നായിരുന്നെങ്കിൽ ആൻസർ എന്ത് വന്നേനെ? ഇ റൈസ് ടു എക്സ്. അപ്പോൾ ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു എക്സ് ക്യൂബ് എന്നാണെങ്കിൽ ആൻസർ എങ്ങനെ എഴുതണം? ഇ റൈസ് ടു എക്സ് ക്യൂബ്. പക്ഷെ തീർന്നോ? ഇല്ല, വ്യത്യാസമുള്ളത് എവിടെയാണ്? ഇവിടെ എക്സ് ക്യൂബാണ്. അപ്പോൾ എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് കൂടെ നമ്മൾ എഴുതണം. അതായത് എക്സ് ക്യൂബിൻ്റെ ഡെറിവേറ്റീവ് എന്താണ്? 3x². റീഅറേഞ്ച് ചെയ്ത് എഴുതിയാൽ 3 ഇ റൈസ് ടു എക്സ് ക്യൂബ് x². അങ്ങനെയാണെങ്കിൽ വേറൊരു ക്വസ്റ്റ്യൻ നോക്കാം. ഡി ബൈ ഡി എക്സ് ഓഫ് ഇ റൈസ് ടു 2x. അപ്പോൾ ഇ റൈസ് ടു എക്സ് ആയിരുന്നെങ്കിൽ നമ്മുടെ ആൻസർ എന്തായേനെ? ഇ റൈസ് ടു എക്സ്. അപ്പോൾ ഇ റൈസ് ടു 2x ആണെങ്കിൽ നമ്മുടെ ആൻസർ ഇ റൈസ് ടു 2x. തീർന്നില്ല, ഇവിടെ 2x ആണ് വന്നിരിക്കുന്നത്. അപ്പോൾ 2xൻ്റെ ഡെറിവേറ്റീവ് എടുക്കുക 2, അതായത് 2 ഇൻറ്റു ഇ റൈസ് ടു 2x ആണ് ആൻസർ.